ആര് പറഞ്ഞു? ഞാനത് നിങ്ങൾ ഇവര് പറഞ്ഞ സമയത്ത് റിപ്പോർട്ടർ ചാനൽ ഇവര് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞില്ല. നിങ്ങളത് കേട്ടതല്ലേ, നിങ്ങളതിൻ്റെ ഇടയ്ക്കാണ് സംസാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് ഞാൻ മറുപടി പറഞ്ഞത്. ഈ ADGPയുടെ അന്വേഷണം എന്ന് പറയുന്നത് എല്ലാ ആരോപണങ്ങളെക്കുറിച്ചാണ്. അതിൽ പറയുന്ന ഈ ആരോപണത്തിൽ പറയുന്ന സാമ്പത്തിക കുറ്റങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയാണ് വിജിലൻസിനെ ചുമതലപ്പെടുത്തിയത്. അതുകൊണ്ട് മറ്റെല്ലാ കുറ്റങ്ങളും അവസാനിച്ചു എന്നുള്ളതല്ല. ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളെക്കുറിച്ചെല്ലാം അന്വേഷിച്ച് അതിന്റെ വ്യക്തത റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് വ്യക്തത വരുത്താം. ഓക്കെ, അല്ല അത് അന്വേഷിച്ചെങ്കിലേ പറയാം. അത് ഗവൺമെന്റാണ് പറയേണ്ടത്. അന്വേഷിക്കാം നമുക്ക്. എന്താണ് അതിന്റെ പൊസിഷൻ നമുക്ക്. ഗവർണറുടെ ഭാഗത്തുനിന്ന് കെ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് രണ്ട് പ്രസ്താവന. ഒന്ന്, ഈ നിലവിലെ വയനാട് ദുരന്തത്തിന്റെ ഇതില് കണക്കുകൾ കൊടുത്തിട്ടില്ല, കണക്ക് കൊടുത്തെങ്കിൽ പൈസ തരും. മറ്റൊന്ന്, സുരേന്ദ്രൻ പറഞ്ഞത് പണം ഇവിടെ ആവശ്യത്തിൽ കൂടുതലുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമാണ്. സുരേന്ദ്രൻ പറഞ്ഞത് അതുമാത്രമല്ല. സുരേന്ദ്രൻ പറഞ്ഞത് കേന്ദ്രം ആവശ്യമായ സഹായം നൽകിയിട്ടുണ്ടെന്ന്. നൽകിയിട്ടുണ്ടോ? നിങ്ങളെ അന്വേഷണത്തിലുണ്ടോ? ഉണ്ടോ? അല്ല, ഉണ്ടോന്നും ഇല്ല നിങ്ങൾ പറ. ഇല്ല, അതാണ് പൊസിഷൻ. അതുകൊണ്ട് കേന്ദ്രം ഇത്ര വലിയ ഒരു കടുത്ത ദുരന്തമുണ്ടായിട്ട് അതിനനുസൃതമായ നിലപാട് കേന്ദ്രം സ്വീകരിച്ചിട്ട്, ഞാൻ പറയട്ടെ, നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഈ ദുരന്തം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും ദുരന്തത്തിൽ വിധേയരായിട്ടുള്ള ശേഷിക്കുന്ന കുടുംബങ്ങളുണ്ടല്ലോ, അവരെല്ലാം സഹായിക്കുന്നതിന്, അവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിന് വളരെ നല്ല നിലയിലുള്ള ഇടപെടലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയിരിക്കുന്നത്. വളരെ അഭിനന്ദനാർഹമായ നിലപാടാണ് മാധ്യമങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് ഗവൺമെന്റും ഉയർന്ന് പ്രവർത്തിച്ചില്ലേ? എല്ലാ തലത്തിലും ഇവർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി അതിന്റെ ഭാഗമായിട്ട് വരുമാനം ഞാനൊരു MLA ആണ്. ഞാൻ 1 മാസത്തെ ശമ്പളം കൊടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും കൊടുത്തിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയും കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും എത്രത്തോളം കൊടുത്തു എന്നുള്ളത് പരിശോധിച്ചെങ്കിലേ പറയാൻ സാധിക്കുള്ളൂ. മന്ത്രിമാരെല്ലാം 1 മാസത്തെ ശമ്പളം കൊടുത്തു. ജീവനക്കാരെല്ലാ സംഘടനകളെയും വിളിച്ച് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു 5 ദിവസത്തെ കൂടി കൊടുക്കണം. ഇതിനോട് എന്താ നിലപാട്? കേരളത്തിലെ പ്രതിപക്ഷത്തെ അനുകൂലിക്കുകയും അവർക്ക് വേണ്ടി പ്രചാരവേല നടത്തുകയും ചെയ്യുന്ന സംഘടനകളുണ്ട്. അവരെടുത്ത നിലപാടെന്താ? ജീവനക്കാരെല്ലാം കൊടുത്തോ? ഇങ്ങനത്തെ ഒരു ദുരന്തമുഖത്ത് സഹായിക്കണ്ടേ? അതല്ലേ മനുഷ്യത്വപരമായ നിലപാട്? എന്നാൽ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് സഹായിക്കാൻ തയ്യാറുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കാണ്. ആരെയും മാറ്റി നിർത്തുന്നില്ല. അങ്ങനെ ഒരു നിലപാട് ഗവൺമെന്റ് എടുക്കുമ്പോൾ അതിനെ സഹായിക്കല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം ഈ കണക്ക് അവതരിപ്പിച്ച പ്രശ്നത്തിൽ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു കോളുണ്ട്, ആക്ച്വൽസ് എന്നുള്ളത് ശരിയായി ചെലവഴിച്ച തുകയാണ്. അതുകൂടി ചേർത്തിട്ടാണ് ഒരു എസ്റ്റിമേറ്റ്. ഏത് പ്രശ്നത്തെക്കുറിച്ച് എസ്റ്റിമേറ്റ്? ഒരു റോഡിന്റെ വർക്കാണെങ്കിൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കില്ലേ? അപ്പോൾ ഇതിന് ഏകദേശം എത്ര തുക വരും, എന്ത് ബാധ്യത വരും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു എസ്റ്റിമേറ്റ് കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. മുൻകാലങ്ങളിലുള്ള എല്ലാ ദുരന്തങ്ങളിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഗവൺമെന്റ് ഇക്കാര്യം ചെയ്തത്. അല്ല, അതെനിക്ക് ഗവർണർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ലല്ലോ കേരളത്തിന്റെ സ്ഥിതി വെച്ചിട്ട്. ഇദ്ദേഹം എന്താണ് ഈ കാര്യത്തിൽ പറഞ്ഞതെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും പരിശോധിച്ചതിന് ശേഷം പറയാം. ഒരു കാര്യം കൂടി, ഇപ്പൊ NCPയില് മന്ത്രിയെ മാറ്റം സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുംബൈയിൽ ചർച്ച. ഞാനതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പാകെ ഏതെങ്കിലും ഒരു മന്ത്രിയെ മാറ്റുന്ന പ്രശ്നം ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് വരാത്തൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഓക്കെ, മതിയൊന്നുമില്ലല്ലേ?